നമസ്കാരം. മെട്രോമാനി ന്യൂസിലേക്ക് സ്വാഗതം. മലയാളത്തിന്റെ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് വിശേഷിപ്പിക്കുന്ന നടിയാണ് മഞ്ജു വാര്യർ. സിനിമ പോലൊരു ലോകത്ത് 4 പതിറ്റാണ്ടുകളോളം പിടിച്ചു നിൽക്കുക, അതും മുൻനിര നായികയായി നിലനിൽക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അതിനിടയിൽ പലതരത്തിലുള്ള കിംവദന്തികളും വിവാദങ്ങളും കേൾക്കേണ്ടി വന്നേക്കാം. അതിനെയെല്ലാം നിറഞ്ഞ ചിരിയോടെ അർഹിക്കുന്ന പുച്ഛത്തോടെ വകഞ്ഞു മാറ്റിയാണ് മഞ്ജു വാര്യർ മുന്നോട്ട് പോകുന്നത്. മലയാളത്തിൽ പുരുഷ സൂപ്പർ സ്റ്റാറുകൾക്കൊപ്പം എന്നതുപോലെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന മഞ്ജു വാര്യർ സിനിമയിലേക്കുള്ള തിരിച്ചുവരവിന് ശേഷം വേറിട്ട കഥാപാത്രങ്ങളിലൂടെയാണ് മഞ്ജു ആരാധകർക്കിടയിൽ എത്തിയത്. എല്ലാം ആരാധകർ ഇരുകൈയും നീട്ടിയാണ് സ്വീകരിച്ചത്. അഭിനയവും ഡാൻസും പാട്ടുമൊക്കെയായി സജീവമാണ് താരം. ചാനൽ പരിപാടികളിലും മഞ്ജു അതിഥിയായി എത്താറുണ്ട്. സോഷ്യൽ മീഡിയയിലൂടെയും വിശേഷങ്ങൾ പങ്കിടാറുണ്ട്. ഇടക്കാലത്ത് സിനിമയിൽ നിന്നും മാറി നിന്നിരുന്നുവെങ്കിലും ശക്തമായ തിരിച്ചുവരവായിരുന്നു മഞ്ജു നടത്തിയത്. ദിലീപും മഞ്ജു വാര്യരും വിവാഹമേറെ ആഘോഷമായിരുന്നു. എന്നാൽ നീണ്ട 16 വർഷത്തെ വിവാഹ ജീവിതത്തിന് ശേഷം മഞ്ജുവും ദിലീപും പിരിയുന്നു എന്ന വാർത്തയാണ് കേട്ടത്. വിവാഹമോചനത്തിന് ശേഷം മകളുടെ സംരക്ഷണാവകാശം ദിലീപിനായിരുന്നു ലഭിച്ചത്. അമ്മയുമായി ബന്ധം നിലനിർത്തുന്നില്ല എന്ന തരത്തിൽ മീനാക്ഷിക്ക് ഇടയ്ക്ക് സൈബർ ആക്രമണം നേരിടാറുണ്ട്. ഇപ്പോഴിതാ ഒരു അഭിമുഖത്തിൽ മഞ്ജു പറഞ്ഞ വാക്കുകളാണ് വൈറലായി മാറുന്നത്. 2ാം വരവിൽ മികച്ച സ്വീകാര്യത ലഭിച്ചുവെങ്കിലും അങ്ങനെ എന്തെങ്കിലും പ്രതീക്ഷിച്ച് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് താരം പറയുന്നത്. മഞ്ജുവിന്റെ പുതിയ ചിത്രമായ ഫുട്ടേജിന്റെ പ്രൊമോഷൻ പരിപാടികളുടെ ഭാഗമായി ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് മഞ്ജു ഇതേക്കുറിച്ച് പറഞ്ഞത്. കിട്ടുന്നതിനെല്ലാം ബോണസ് ആയിട്ടാണ് കണക്കാക്കുന്നത്, അല്ലെങ്കിൽ അനുഗ്രഹമായിട്ട് അതിനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുകയാണ്. എന്നെ സ്നേഹിക്കുന്നവർ പറയുന്ന ഓരോ വാക്കും ഞാൻ ഉള്ളിൽ അങ്ങനെ വെക്കും. അതിൽ നിന്നാണ് മുന്നോട്ട് പോകാനുള്ള ഊർജ്ജം ഞാൻ കണ്ടെത്തുന്നത്. ബൈക്ക് ഓടിക്കണം എന്നുള്ളത് പണ്ട് മുതൽ തന്നെയുള്ള എന്റെ ആഗ്രഹമാണ്. ആരും എന്നോട് അതേക്കുറിച്ച് ചോദിക്കാത്തതിനാൽ ഞാൻ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. ഏതൊക്കെയോ സിനിമകൾ കണ്ടാണ് ആ മോഹം മനസ്സിനുള്ളിലേക്ക് വന്നത്. എന്നാലും 2 വർഷം മുൻപാണ് ബൈക്ക് ഓടിക്കാൻ പഠിച്ചു തുടങ്ങുന്നത്. ബൈക്ക് ഓടിച്ച് യാത്ര പോകുന്നുണ്ടെങ്കിലും അത് ആസ്വദിച്ച് ചെയ്യാനുള്ള പരിചയമൊന്നും ആയിട്ടില്ല. ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ്. തമിഴിൽ നേരത്തെയും ചില സിനിമകളുടെ ചർച്ചകൾ നടന്നിരുന്നു. എന്നാൽ നടന്നത് ഇപ്പോൾ 3 സിനിമകൾ അടുപ്പിച്ച് തമിഴിലാണ് ഇപ്പോൾ ചിത്രീകരണം നടക്കുന്നത്. കുറച്ചുനാൾ അവിടെ ആയിരുന്നതിനാൽ മലയാളത്തിന്റെ മറക്കുകയോ മാറി നിൽക്കുകയോ ചെയ്തിട്ടില്ല. ഇപ്പോൾ ഭാഷകളുടെ അതിർവരമ്പുകളില്ല. നല്ല സിനിമകളുടെ ഭാഗമാകുക എന്ന് മാത്രമേ ഉള്ളൂ എനിക്ക്. ആ സിനിമ തിയേറ്ററിൽ ഇരുന്ന് കാണാൻ തോന്നുമോ ഇല്ലയോ എന്ന ലളിതമായ ലോജിക്ക് മാത്രമേ സിനിമകൾ തിരഞ്ഞെടുക്കുമ്പോൾ ഞാൻ നോക്കാറുള്ളൂ. എന്നാൽ എപ്പോഴും ആ കണക്ക് കൂട്ടലുകൾ ശരിയായിക്കൊള്ളണമെന്നില്ല എന്നും പലപ്പോഴും ആ രീതി തെറ്റിയിട്ടുമുണ്ട്. എന്നാൽ നിലവിൽ എനിക്ക് പ്രയോഗിക്കാൻ അറിയാവുന്ന ഏക ലോജിക്ക് അത് മാത്രമാണെന്നും മഞ്ജു വാര്യർ പറയുന്നു. സൗഹൃദങ്ങൾ എന്ന് പറയുന്നത് താനെ ഉണ്ടാവുന്നതാണ്. അത് എല്ലാ കാലത്തും തുടർന്നു കൊണ്ടിരിക്കണമെന്നും നിർബന്ധമില്ല. അതുകൊണ്ട് തന്നെ അതിനൊരു നിർവചനം ആർക്കെങ്കിലും കൊടുക്കാൻ സാധിക്കുമെന്നും കരുതുന്നില്ല. നല്ല ബന്ധങ്ങൾ വന്നു ചേരുന്നു എന്നേ പറയാനുള്ളൂ. നമ്മളായിട്ട് എഫേർട്ട് ഇടുകയാണെങ്കിൽ അതിനെ സൗഹൃദമെന്ന് വിളിക്കാൻ സാധിക്കില്ല. വളരെ നാളുകൾക്ക് ശേഷം കാണുമ്പോഴും ഇന്നലെ സംസാരിച്ച് നിർത്തി തുടങ്ങിയിട്ട് നിന്നും വീണ്ടും തുടങ്ങാൻ സാധിക്കുന്ന ബന്ധങ്ങളാണ് യഥാർത്ഥ സൗഹൃദം. ഞാൻ ഈ പറയുന്നത് എന്റെ മാത്രം കാര്യമാണ്. എല്ലാവർക്കും അത് അങ്ങനെ ആയിരിക്കണമെന്നില്ല. ചിലർക്കൊക്കെ ഇതിനോട് യോജിക്കാൻ പറ്റിയെന്നും വരില്ല. ബന്ധങ്ങളിൽ എല്ലാവർക്കും അവരുടേതായ നിർവചനങ്ങൾ ഉണ്ടാകുമെന്നും മഞ്ജു വാര്യർ പറയുന്നു.